എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 23 മുതൽ 26 വരെ. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 23 മുതൽ 26 വരെ. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ച് കൂടുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം ഒരു മുടന്തന് സൗഖ്യം നൽകുന്നതിലൂടെ ശ്രദ്ധേയമായ ഒരു ചാപ്റ്ററാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധി അപ്പോസ്തലന്മാരെ ഒരുപാട് വിഷമിപ്പിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രതിസന്ധികളെ ജീവിതത്തിൽ നേരിടാത്തവരായി ആരുമില്ല. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിലും ഇത് വാസ്തവമാണ്. അവയെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പുഴയിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന പാറകൾ പുഴയുടെ ഗതി മാറ്റിയെന്ന് വരാം. ചിലപ്പോൾ ശക്തിയോടെ ഉയർന്ന് അവയെ അതിജീവിച്ച് ഒഴുക്ക് തുടർന്നുവെന്നും വരാം. ഡിസിസീവ് ഓർ ക്രൂഷ്യൽ ടൈം, അതാണ് ക്രൈസിസിന് നിഘണ്ടുവിലെ അർത്ഥം. ഏത് പ്രതിസന്ധിയും പ്രധാനമാണ്, നിർണായകമാണ്. അനേകരെ പ്രതിസന്ധികൾ തളർത്തിയിട്ടുണ്ട്. മറ്റനേകരെ പൊന്ന് തീയിലുരുക്കി ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിച്ചിട്ടുണ്ട്, അനുഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ട്. ക്രിസ്തു മാർഗം അളക്കപ്പെടുന്നത് പ്രവർത്തനം കൊണ്ടല്ല, പ്രതിപ്രവർത്തനം കൊണ്ടാണ് എന്ന് വില്യം ബാർക്ലേയുടെ ഒരു കമൻ്റ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ഈസ് മെഷേർഡ് നോട്ട് ബൈ ആക്ഷൻ ബട്ട് ബൈ റിയാക്ഷൻ. സുന്ദരം എന്ന ഗോപുരത്തിങ്കൽ ഭിക്ഷാടകനായിരുന്ന പിറവിയിലെ മുടന്തനെ പത്രോസും യോഹന്നാനും സൗഖ്യമാക്കിയതും, തുടർന്ന് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടതും മൂപ്പന്മാരെയും സദൂക്യരെയും മറ്റും അസ്വസ്ഥരാക്കി. അപ്പോസ്തലന്മാർ സന്നിധിയും സംഘത്തിൽ വിസ്തരിക്കപ്പെട്ടു. മഹാപുരോഹിതൻ അധ്യക്ഷനായുള്ള 71 പേരടങ്ങുന്ന സംഘമാണ് സന്നദ്രിം സംഘം. വധശിക്ഷ ഒഴിച്ച് മറ്റെന്ത് ശിക്ഷ വിധിക്കാനും അധികാരമുള്ള ഉന്നത സമിതിയായിരുന്നു അത്. ചില ആഴ്ചകൾക്ക് മുൻപ് യേശു വിസ്തരിക്കപ്പെട്ടത് ഈ സമിതിയുടെ മുൻപിലായിരുന്നു. യേശുവിനെ വധിക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണ് പിലാത്തോസിന്റെ മുൻപിലേക്ക് അയച്ചത്. ചില ആഴ്ചകൾക്ക് മുൻപ് തങ്ങളുടെ ഗുരുവിനെ വിസ്തരിച്ച സമിതിയാണ് അപ്പോസ്തലന്മാരെയും വിസ്തരിക്കുന്നത്. എന്നാൽ തളരാതെ വ്യക്തമായി പ്രതികരിക്കാൻ അവരെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചു. കാരണം പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, പക്ഷപാതം ചെയ്ത് സഹായിക്കുന്ന സ്നേഹിതനാണ്. സംഭവത്തിന് സാക്ഷിയായിരുന്ന മനുഷ്യൻ അവരോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ എതിർ പറവാൻ സന്നദ്രിം സംഘത്തിന് ഒരു പഴുതുമില്ലായിരുന്നു, നിഷേധിക്കാനും കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലും ക്രിയ ചെയ്തു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശവും സ്വാധീനവും ജനങ്ങളുടെ ഇടയിൽ പരക്കാതിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് അവരെ തർജ്ജനം ചെയ്തു. 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ സന്നദ്രിം സംഘത്തിൻ്റെ നിരോധനാജ്ഞയെ വിശ്വാസ സമൂഹം പ്രതികരിച്ചത് എങ്ങനെയെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, 1,
അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. അതാണ് നമ്മൾ വായിച്ചത് 23-ാം വാക്യത്തിൽ. പ്രാർത്ഥനയുടെ പര്യായമാണ് നിലവിളി. മുൻപോട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന പാറകൾ ഒന്നുകിൽ ഒഴുക്കിൻ്റെ ഗതി മാറ്റും, അല്ലെങ്കിൽ ശക്തി ആർജിച്ച് അവയ്ക്ക് മീതെ കൂടെ മുന്നോട്ട് തന്നെ പോകും. ഉന്നത സമിതിയുടെ നിരോധനം സഭയെ തളർത്തിയില്ല. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാണ് എക്കാലത്തും സഭയുടെ വജ്രായുധം. വ്യക്തി ജീവിതത്തിലും ഇത് വാസ്തവമാണ്. ശമൂവേൽ പ്രവാചകന്റെ അമ്മയുടെ അനുഭവം അതായിരുന്നു. ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായിരുന്ന സ്ത്രീക്ക് മക്കളുണ്ടായിരുന്നു. ബഹുഭാര്യത്വം അനുവദിച്ചിരുന്ന കാലം. ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്ത സ്ത്രീക്ക് സമൂഹത്തിൽ മാന്യതയോ അംഗീകാരമോ ഇല്ലായിരുന്നു. ഭവനത്തിനുള്ളിൽ നിന്ന് തന്നെ കുത്തുവാക്കും പരിഹാസവും കേട്ട് മനം നൊന്ത് കണ്ണുനീര് കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. ദൈവം മുൻപാകെ അവൾ ആവലാതി നിരത്തി. ദേവാലയത്തിലെത്തിയാറെ ഒരു കോണിലിരുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ നാവനക്കി ഭാരം ദൈവം മുൻപാകെ ഇറക്കി വെച്ചതേയുള്ളൂ. പുരോഹിതൻ പോലും അവളെ ഉള്ളതുപോലെ മനസ്സിലാക്കിയില്ല. എന്നാൽ അവിടെയും അവൾ തളർന്നില്ല. അവൾ പറഞ്ഞു, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ. വ്യാകരണമൊത്ത വാക്കുകളൊന്നുമല്ല പ്രധാനം. ഹൃദയഭാരം ദൈവ മുൻപാകെ പകരുന്നതാണ് പ്രധാനം. പ്രാർത്ഥന നിലവിളിയാണ്. ഹൃദയം ദൈവ മുൻപാകെ പകരുന്ന അനുഭവമാണ്. ആശേർ ഗോത്രത്തിലെ ഫനുവേലിൻ്റെ മകളുടെ അനുഭവവും ഇതുതന്നെയായിരുന്നു. ലൂക്കോസ് 2-ാം അധ്യായം 37-ാം വാക്യം. സംഘടനാ ശക്തിയല്ല സഭയുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ശക്തി കേന്ദ്രം. ശക്തി പ്രകടനമല്ല സഭയുടെ കരുത്ത്. പരിശുദ്ധാത്മാവാണ് സഭയുടെ ശക്തി കേന്ദ്രം. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ എന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതുല്യ ശക്തിയോട് നമ്മെ തന്നെ ബന്ധിപ്പിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് യേശുവിനെ ശക്തീകരിച്ചത് ഗതസമനയായിരുന്നു. വിശ്വാസികൾക്കും നമുക്കേവർക്കും നൽകപ്പെട്ടിരിക്കുന്ന മാർഗം അത് മാത്രമാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിലയിരുത്താം, താഴ്ത്തി സമർപ്പിക്കാം. പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാൻ ദൈവം മുൻപാകെ പ്രാർത്ഥിച്ച് അതിനെ മറികടക്കാനുള്ള ബലവും കരുത്തും പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായി, ഇന്നിൻ്റെ സാധ്യതയ്ക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ശക്തി കേന്ദ്രമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയിൽ പൂർണ്ണമായും സമർപ്പിപ്പാൻ സഹായിക്കണം. ഇന്നത്തെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്നത്തെ യാത്രകളിൽ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ വർഷം നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.